അപ്പൊ ഈ സിനിമയിൽ എങ്ങനെ നായകനായിട്ട് എത്തി, എന്താണ് ക്യാരക്ടറിനെ പറ്റി ഒന്ന് പറയാമോ? ഇതില് മെയിൻ ആയിട്ടുള്ള കഥാപാത്രത്തെയാണ് ചെയ്തിരിക്കുന്നത്. സ്റ്റാലിൻ സാറ് പറഞ്ഞ തന്നെ എല്ലാവരുടെയും കണക്ക് വന്നെടുത്തി കിട്ടു. പിന്നെ അതില് മെയിൻ ഒരു കഥാപാത്രം ചെയ്യേണ്ടി വന്നു. അങ്ങനെയാണ് ഇതിനകത്ത് പടത്തിൽ എൻ്റർ ആവുന്നത് തന്നെ. പിന്നെ ഈ പറയുന്ന കണക്ക് ഡയറക്ടർ സാർ പറയുന്ന കണക്ക് അദ്ദേഹം ഒരു അധ്യാപകൻ കൂടിയാണ്. എല്ലാത്തിനും ഫുൾ മാർക്ക് തരൂല്ല നമുക്ക്. എത്ര മനോഹരമായിട്ട് നമ്മൾ ചെയ്താലും ചൂടൊക്കെ ആ ഒരു ക്യാരക്ടറാണ്. പിന്നെ മോശമല്ലാതെ ചെയ്തു എന്ന് തോന്നുന്നു. എല്ലാവരും കണ്ടിട്ട് അഭിപ്രായം പറയാം. മോശമല്ലെന്നല്ല, നമ്മൾ പലപ്പോഴും മോഹൻലാലിന്റെ ആക്ടിങ് കണ്ടിട്ട് സൂക്ഷ്മാഭിനയമുള്ള ഒരു വ്യക്തിയാണെന്ന് നമ്മൾ വിലയിരുത്താറുണ്ട്. ആ തലത്തിലേക്ക് വളർന്നു വരുന്ന ഒരു നായകൻ കൂടിയാണ് രജനി കൃഷ്ണൻ. അത് നിങ്ങൾക്ക് ഇന്റർവൽ ബ്ലോക്ക് സിനിമ കാണുമ്പോൾ ശ്രദ്ധിച്ചാൽ അറിയാം. രജനി കൃഷ്ണയുടെ ഒരു സൂക്ഷ്മാഭിനയം വ്യക്തമായി ആ സിനിമയിൽ മാർക്ക് ചെയ്യപ്പെടുന്ന ഒരു ഇന്റർവൽ ബ്ലോക്ക് ഉണ്ട്. അത് കാണുമ്പോൾ നിങ്ങൾ ഞാൻ ഈ പറയുന്ന വാക്ക് ശരിയായിരുന്നു എന്ന് നിങ്ങൾ പറയും തീർച്ചയായും.